ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അന്ന് തന്നെ നമ്മളെ ചാനൽ അങ്ങ് അടിച്ചു പോയി. ഓവറായിട്ടുള്ള വ്യൂസ് വന്നു തുടങ്ങിയ സമയത്ത് നമ്മളുടെ ചാനൽ ബോട്ടാണോ എന്ന് യൂട്യൂബ് സംശയിച്ചത് കൊണ്ടുമാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ്. നമ്മുടെ മേക്കപ്പ്, നമ്മുടെ സൺസ്ക്രീൻ എന്ത് തേങ്ങയാണ് താൻ ഈ പറയണത്. നമ്മളുടെ സൺസ്ക്രീനിൽ തന്നെ നമുക്കൊരു മേക്കപ്പ് എഫക്റ്റ് ഉള്ള സൺസ്ക്രീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിരിക്കില്ലേ? മാറില്ല, കുറച്ചുകൂടെ ബെറ്റർ ലുക്ക് ആയിട്ട് മാറിയിട്ടില്ലേ? വലിയ ലുക്കൊന്നും മാറ്റമൊന്നുമില്ലല്ലോ എന്നാണോ? ഉണ്ട് മാറ്റമുണ്ട്. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ സമ്മതിക്കില്ല. ഹായ് ഗായ്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ. ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം താങ്കൾ എവിടെ പോയേക്കുമായിരുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അന്ന് തന്നെ നമ്മളെ ചാനൽ അങ്ങ് അടിച്ചു പോയി. ചാനലൊക്കെ സെറ്റ് ചെയ്ത് ഇച്ചിരി വ്യൂസ് ഒക്കെ ആയി വന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കിടന്ന് തുടങ്ങിയത്. പക്ഷെ പിറ്റേ ദിവസം എന്റെ പാർട്ണറിന്റെ ഫോൺ വിളി കേട്ടിട്ടാണ് ഞാൻ എഴുതേക്കുന്നത്, മോനെ ചാനൽ അടിച്ചു പോയടാ എന്ന് കേട്ടിട്ട്. അറിയണോ എന്താ സംഭവിച്ചതെന്ന്? എനിക്ക് തോന്നുന്നു ആ ചാനലിന്റെ ട്രാഫിക് കൂടുതലായതുകൊണ്ടും ഓവറായിട്ടുള്ള വ്യൂസ് വന്നു തുടങ്ങിയ സമയത്ത് നമ്മളുടെ ചാനൽ ബോട്ടാണോ എന്ന് യൂട്യൂബ് സംശയിച്ചത് കൊണ്ടുമാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചാൽ പറയാൻ സാധിച്ചത്. പക്ഷെ എന്താ ചെയ്യുക, നമ്മളുടെ ഫാൻസ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് നമുക്ക് വ്യൂസ് കൂടി പോയി. അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാനില്ല. ഒരു 4-5 ദിവസം എടുത്ത് ചാനൽ റിക്കവർ ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളിപ്പോ ബാക്ക് ടു ട്രാക്കിലെത്തി. ദിസ് വിൽ ബി ദ സെക്കൻഡ് വീഡിയോ ഐ ഗസ്. രണ്ടാമത്തെ വീഡിയോ ആയിരിക്കും ഇത് അപ്ലോഡ് ആവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഐ ഗസ് ഇത് നമ്മളുടെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ without any further delay, let's start the video. Hey, this video is not only for guys but also for girls. ആമ്പിള്ളേർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പക്ഷേ ഇറ്റ്സ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ. അതായത് നമുക്ക് ഒരു ഫംഗ്ഷൻ ഉള്ള ഒരു ദിവസം അല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ ഷൂട്ട് ഉള്ള ഒരു ദിവസം നമുക്ക് മേക്കപ്പ് ഇടാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ മേക്കപ്പ് ഇടാതെ തന്നെ നമ്മുടെ സൺസ്ക്രീനിൽ നമുക്ക് ആ എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുമല്ലേ? ഇപ്പോൾ മേക്കപ്പ് ഒന്നുമില്ല, ഒരു ഹെവി ലുക്ക് ഒന്നുമില്ല. പക്ഷെ നമ്മുടെ മേക്കപ്പ്, നമ്മുടെ സൺസ്ക്രീൻ എന്ത് തേങ്ങയാണ് താൻ ഈ പറയണത്. ഇത്ര ഉള്ള സംഗതി. അതായത് നമ്മളുടെ സൺസ്ക്രീനിൽ തന്നെ നമുക്കൊരു മേക്കപ്പ് എഫക്റ്റ് ഉള്ള സൺസ്ക്രീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിരിക്കില്ലേ? അത്രയുള്ള സംഗതി. ഇപ്പൊ എവിടെ അതാക്കൊണ്ടിരിക്കുന്നത്? ശരിയല്ല, ഇതുവരെ ശരിയല്ല കിട്ടണേ കേട്ടാ. ചില സൺസ്ക്രീനുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖം അല്ലെങ്കിൽ സ്കിൻ കുറച്ചുകൂടെ ഡള്ളാക്കും അല്ലെങ്കിൽ ഒരു ഡാർക്ക് ആക്കും. അപ്പൊ അതാണ് നമ്മൾ പലപ്പോഴും നമുക്ക് പിന്നെ സൺസ്ക്രീനിന്റെ മേലെ ഒരു മേക്കപ്പ് ഇടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വഴി ഇത് തേച്ചാൽ അവിടെ ഇരുന്നോളും. ഒരു ഹെവിനെസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒലിച്ചിറങ്ങുന്ന ഒരു പ്രശ്നമില്ല. പിന്നെ നമുക്കൊരു മേക്കപ്പ് ഇട്ട പോലെ അല്ലെങ്കിൽ ഒരു സൺസ്ക്രീൻ ഇട്ട പോലുള്ള ഒരു ഫീലും ഇല്ല. പക്ഷെ അത് നല്ലൊരു ഫിൽറ്റർ നമുക്ക് നൽകുകയും ചെയ്യും. അതാണ് 3 in 1. ഇത് ആക്ച്വലി എനിക്ക് ജിംബ ട്രെയിനർ ആയിട്ടുള്ള ആകാശാണ് സജസ്റ്റ് ചെയ്യുന്നത്. ആകാശത്ത് തരുമ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞു ഇത് ആർക്കും പറഞ്ഞു കൊടുക്കരുത്, അങ്ങനെ എല്ലാവരും സുന്ദരന്മാരായ ശരിയാവില്ലല്ലോ എന്നുള്ളത്. പക്ഷെ സോറി, അവന്റെ ആ പ്രോമിസ് ഭേദിച്ചുകൊണ്ട് എനിക്ക് എല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡിസ്ക്ലോസ് ചെയ്യാണ്. അപ്പം ആ പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിപ്പോ എന്റെ ഫേസിൽ ഞാനൊരു മോയ്സ്ചറൈസർ പോലും ഇട്ടിട്ടില്ല. അപ്പൊ അത് ഇട്ടതിന് ശേഷം ഇത് എങ്ങനെയൊക്കെയാണ് മാറുന്നത്, ഫേസ് എന്താ ഫേസിന് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരും ആക്കാൻ പറ്റുന്ന ആ സൺസ്ക്രീൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേക്കപ്പ് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഫിൽറ്റർ കിട്ടുന്ന അത്യാവശ്യം നല്ല ടിൻറ്റഡ് സൺസ്ക്രീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UV ഡോക്സിന്റെ ബ്ലൂ ലൈറ്റ് SPF 50 PA+++++. ഈ സൺസ്ക്രീൻ ആണത്. അത്യാവശ്യം അടിപൊളിയാണ്. പക്ഷേ മാറ്റ് ഫിനിഷ് ആണിത്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്കിത് ഒലിച്ചിറങ്ങത്തൊന്നുമില്ല. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വേർത്തൊലിക്കുന്ന പരിപാടികളൊന്നുമില്ല. പിന്നെ വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ബ്രോഡ് സ്പെക്ട്രം ബ്ലൂ ലൈറ്റ് UVA UVB പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഉപയോഗിക്കാം, നോ ടെൻഷൻ. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിന് മുൻപായിട്ട് നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമല്ലോ. ഇതിപ്പോൾ ആദ്യം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. ബേസിക്കലി ഇപ്പം എൻ്റെ ഫ്ലാറ്റിൽ എൻ്റെ റൂമിലുള്ളത് ഈ ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഏത് മോയ്സ്ചറൈസർ ആണോ കയ്യിലുള്ളത് ആ മോയ്സ്ചറൈസർ നിങ്ങൾ ഇതുപോലെ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഹെർബ്സിൻ്റെ തന്നെ അപ്ലൈ ചെയ്യാൻ ഞാൻ പറയത്തില്ല, ഇച്ചിരി ഹെവിയാണ്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. സോ ഐ വിൽ ഷോ യു ദ ലൈവ് റിസൾട്ട്. ഓക്കെ, ഞാൻ ഒന്നും തന്നെ എൻ്റെ മുഖത്ത് പരട്ടിയിട്ടില്ല. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഓയിലി ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയാണ് ബേസിക്കലി ഇച്ചിരി ഹെവി മോയ്സ്ചറൈസർ ആയതുകൊണ്ട്. പക്ഷേ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വഴി നമ്മൾ ആ ഓയിലിനെസ് പോലും മാറിപ്പോവും. ഇത് ആക്ച്വലി ഭയങ്കര മാറ്റ് ഫിനിഷാണ്. അപ്പോൾ നല്ലതായിരിക്കും. ഓക്കെ, ഞാനിങ്ങനെ കയ്യിലിതാ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു, എടുക്കുന്നു, തേക്കുന്നു, ഇവിടെ തേക്കുന്നു, ഇവിടെ തേക്കുന്നു.
ഇപ്പൊ ഓക്കെ കുറച്ചും കൂടെ ഒരു ഫിൽറ്റേർഡ് ലുക്ക് വന്നിട്ടില്ലേ, ഫിൽറ്റർ അല്ലെങ്കിൽ ഒരു ടിൻറ്റഡ് ലുക്ക് വന്നിട്ടില്ലേ, ആ ഒരു ഓയിൽനെസ് ഒക്കെ മാറി കുറച്ചുകൂടെ മാറ്റ് ഫിനിഷ് ആണ്. നമ്മളുടെ പാടുകളും പിഗ്മെന്റേഷനൊക്കെ ഒന്ന് കവർ ചെയ്ത് കുറച്ചൊക്കെ കവറേജ് നൽകുന്ന ഒരു ലുക്കായിട്ട് മാറിയില്ല, കുറച്ചുകൂടെ ബെറ്റർ ലുക്കായിട്ട് മാറിയിട്ടില്ലേ? വലിയ ലുക്കൊന്നും മാറ്റമൊന്നുമില്ലല്ലോ എന്നാണോ? ഉണ്ട് മാറ്റമുണ്ട്. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ സമ്മതിക്കില്ല, മാറ്റമുണ്ട്. അപ്പോൾ സിമ്പിൾ, അതായത് നമ്മൾ യൂഷ്വലി സാധാരണ ഒരു മോയ്സ്ചറൈസർ ഇടുക, ഒരു സൺസ്ക്രീൻ ഇടുക, നമ്മൾ വേറെ ഒരു പരിപാടികൾക്കൊന്നും പോകണ്ട. നമുക്ക് ആമ്പിള്ളേർക്ക് അത് മേക്കപ്പ് നിന്നും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. ആ ഒരു ഒലിച്ചിറങ്ങുന്ന പരിപാടികളൊക്കെ നമുക്ക് ഭയങ്കര സഫോക്കേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഒരു മോയ്സ്ചറൈസറിലും ഒരു സൺസ്ക്രീനിലും നമ്മളുടെ ലുക്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ് ഈ UV ടോക്സിന്റെ ഈ ടിൻറ്റഡ് സൺസ്ക്രീൻ. പക്ഷെ പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മര്യാദയ്ക്ക് തേച്ച് കഴുകി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഫേസ് വാഷ് ഒക്കെ വൃത്തിയായി കഴുകി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മുഖത്ത് കുരുക്കൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചില ആളുകൾ പറയുന്നേക്കാം, അതായത് ചില സൺസ്ക്രീൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുരു വരുന്നതുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ ടിൻറ്റഡ് സൺസ്ക്രീൻസ് ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതായത് വൃത്തിക്ക് നമ്മളുടെ മുഖത്ത് നിന്ന് കഴുകി കളഞ്ഞില്ല, വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുരുക്കൾ വരും. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇതെങ്ങനെ ഇനി വാഷ് ചെയ്ത് കളയണ്ടേ എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം വൃത്തിക്ക്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഈ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മുഖക്കുരു വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു ഫേസ് വാഷ് ഇട്ട് മാത്രം മുഖം കഴുകിയാൽ ചിലപ്പോൾ അത് വൃത്തിയായി കൊള്ളണമെന്നില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ഡബിൾ ക്ലെൻസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഡബിൾ ക്ലെൻസ് ചെയ്യണമെന്നില്ലെങ്കിൽ നമ്മൾ ആമ്പിള്ളേരുടെ കയ്യിൽ ഓയിൽ ക്ലെൻസറൊന്നും കാണത്തില്ല. അപ്പോൾ നിങ്ങളൊരു എന്താ പറയാ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഓയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം, സാധാരണ നമ്മൾ വെളിച്ചെണ്ണ ഇട്ട് മസാജ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ഇട്ട് കഴുകികളയാം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ പ്ലമ്മിന്റെ ഇല്യൂമിനൻസ് ക്ലെൻസിങ് ബാം എന്ന് പറഞ്ഞൊരു ബാം ഉണ്ട്. അതായത് പ്ലമ്മിന്റെ എല്ലാവർക്കും അറിയാം, മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്ലെൻസിങ് ബാമാണ്. അപ്പൊ ഇത് നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഒരു ഓയിൽ കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു ഓയിലൊക്കെ ഇടുന്നത് പോലെ ഉണ്ട്. അപ്പോൾ അത് ഇടുക, എന്നിട്ട് 1-2 നേരം മസാജ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിക്കളയുക. അതല്ല നിങ്ങളുടെ കയ്യിൽ ഒരു എക്സ്ട്രാ ടോണർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ടോണറും കൂടെ അടിച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് ഒരു ഫേസ് വാഷ് ഇട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഇത് ഫേസ് വാഷ് ആണോ ആ ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം കഴുകിക്കളയുക. ഇതാണ് ഇതിന്റെ സംഭവം. ഇതെനിക്ക് വേണമെങ്കിൽ കഴുകിക്കളയാം. പക്ഷെ ഇപ്പം ഞാൻ ഈ സൺസ്ക്രീൻ ഇട്ടതുകൊണ്ട് എനിക്കത് ചുമ്മാ കഴുകിക്കളയാൻ തോന്നുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഞാൻ പ്രൊഡക്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ വളരെ ബിസിക്ക് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിപ്പോൾ ലൈവായിട്ട് കാണിച്ചിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു ക്ലെൻസിങ് ബാം ഉണ്ടെങ്കിൽ ആ ക്ലെൻസിങ് ബാം പ്ലമ്മിന്റെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പ്ലമ്മിന്റെ ഇല്യൂമിനൻസ് ക്ലെൻസിങ് ബാം, ആ ബാം യൂസ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ ഒരു സാധാരണ നമ്മളുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് വാഷ് ഇട്ട് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ വൈകുന്നേരം ആയിരിക്കും നമ്മളുടെ യൂഷ്വലി നമ്മൾ വീട്ടിൽ വരുമ്പോഴായിരിക്കും നമ്മൾ സൺസ്ക്രീൻ കഴുകിക്കളയാം. അപ്പോൾ ഇതിന് കഴുകിക്കളഞ്ഞതിന് ശേഷം ഓഫ് കോഴ്സ് നിങ്ങളുടെ രാത്രിയിലുള്ള സ്കിൻ കെയർ റൊട്ടീനും കൂടെ കഴിഞ്ഞതിന് ശേഷം പോയി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ദിസ് ഇസ് ഇറ്റ്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ടിൻറ്റഡ് സൺസ്ക്രീനെ പറ്റി ആലോചിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ പോകുന്ന സമയത്തോ ഒരു ഷൂട്ടുള്ള ദിവസമോ അല്ലെങ്കിലോ എപ്പോഴെങ്കിലും ഒരു പാർട്ടിയുള്ള ദിവസമോ ഒക്കെ നിങ്ങൾക്ക് ഒരു ബെറ്റർ ലുക്ക് വേണം, പക്ഷെ മേക്കപ്പ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദിസ് ടിൻറ്റഡ് സൺസ്ക്രീൻ. അത് വേർത്തായിരിക്കും. ഓക്കെ, ഫോർ മോർ അപ്ഡേറ്റ്സ് ആൻഡ് ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് സബ്സ്ക്രൈബ് അവർ ചാനൽ, ലൈക്ക് അവർ ചാനൽ, കമന്റ് അവർ ചാനൽ. ഇത് പ്രയോജനപ്പെടുമെന്നുള്ള തോന്നുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഇസ് ആർജ ഖത്താഫി സൈനിങ് ഓഫ്. ടാറ്റാ.